പിന്നെ വരാനുള്ളവരുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അത് നമുക്ക് എന്താ പറയുക, ഓരോരുത്തർ അവരുടെ ആഗ്രഹം പോലെ ഇരിക്കും. ഇനിയിപ്പോൾ ആരും വരുന്നില്ല എന്നുള്ളൊരു സംഭവം അങ്ങനെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 2 വീലേഴ്സ് ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമാണ്, അതായത് 2 വീലർ ഓടിക്കരുത് കേട്ടോ എന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ 2 വീലർ ഓടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഓടിക്കുന്നില്ല. ശരിയാ, ഞാൻ ഓടിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കതിൽ ഞാൻ പറയാം, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ശരിയാ, ഇനിയിപ്പോൾ ഓടിച്ച പ്രശ്നമാവും. പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് വേണം, ആവശ്യമുണ്ട് എന്ന് പറയാണ്. പിന്നെ നമ്മുടെ താല്പര്യമാണ് ഈ പറഞ്ഞ പോലെ. അതുപോലെ തന്നെയാണ്, നമ്മൾ അപകടം ഉണ്ടാവും എന്ന് നമുക്കറിയാം ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ സേഫായിട്ട് ചെയ്യാന്നുള്ളൊരു കാര്യം, സേഫായിട്ട് പോകാന്നുള്ള കാര്യമാണ്. അപ്പം അത് എനിക്ക് പറയാനുള്ളത്, വരുന്ന കുട്ടികളാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും സേഫായിട്ട് തന്നെ പോവുക. പിന്നീട് നമ്മളൊരു ചർച്ചയ്ക്ക് ഒരു വിഷയമാക്കേണ്ട കാര്യമായിട്ട് മാറ്റാണ്ട് എന്ത് കാര്യങ്ങളും അപ്പം റിയാക്ട് ചെയ്യുക, അങ്ങനെ പോവുക. നീരജ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ഈ സീരിയലിന്റെ പാറ്റേൺസ് മാറണം എപ്പോഴും. അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു വിമർശനം എന്നുള്ള രീതിയിലേക്ക് വന്നിരുന്നു. എന്താ പിന്നെ നമ്മളിപ്പോ ചെയ്ത വർക്കുകളാവട്ടെ, എന്ത് കാര്യത്തിനെ പറ്റി നമ്മളൊരു അഭിപ്രായം പറയുമ്പം ഇത് കാണുന്നവര് വിചാരിക്കുന്നത് ഇവര് നെഗറ്റീവ് സെൻസിലാണോ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞ നെഗറ്റീവ് സെൻസിലല്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെയാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഇതിനെപ്പറ്റി പറയാനും ഒരു അല്ലേ, നമുക്കൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഇപ്പം വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് സിനിമകളിൽ വരുന്നത്. സിനിമകൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സിനിമകളിൽ എന്നും ഒരേ സംഭവങ്ങളാണ് കാണിച്ചിരുന്നെങ്കിൽ സിനിമകൾ കാണാൻ ആരും വരില്ലായിരുന്നു തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സീരിയലാവട്ടെ. അപ്പം ആ ഒരു ബഡ്ജറ്റിൽ വെച്ചിട്ടാണ് ഇവരെപ്പോഴും ആലോചിക്കുന്നത് ഇതെങ്ങനെ ഫിനിഷ് ചെയ്യാം. ഈ എല്ലാ മന്തും ഒരു 15 days ഒക്കെ ആയിരിക്കും ഷൂട്ട് വരുന്നത്. അപ്പം എന്ത് സബ്ജക്റ്റ് കാണിക്കാന്ന് പറയുമ്പം പിന്നെയും തിരിഞ്ഞു വരുന്നത് ഇതിലേക്ക് തന്നെയാണ്. അതാണ് നല്ല സബ്ജക്റ്റ് വന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ ഈ പറയുന്ന ഷോർട്ട് ഫിലിം, വെബ് സീരീസ് ഒക്കെ നമ്മൾ കാണുന്ന സബ്ജക്റ്റുകൾ സീരിയൽ വന്നോട്ടെ, ഈ കാണുന്ന യൂത്ത് ആളുകൾ മുഴുവനും എനിക്ക് തോന്നുന്നു ടെലിവിഷൻ കാണും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പം ആരും കാണുന്നില്ല. കാണാറുണ്ടോ? TV കാണാറുണ്ടോ? ഇല്ല, ഞാനും കാണാറില്ല. അതാണ്, ഞാൻ നേരത്തെ തന്നെ ഞാൻ ചെയ്ത പ്രോജക്റ്റുകളായിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? അതായത് സീരിയലിൽ മാത്രം ഒരു മാറ്റം വരാത്ത എന്തുകൊണ്ടാണ്? പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന 1-2 സീരിയലിലൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടു. സീരിയലിൽ മാറ്റം വരാത്തത്, അതായത് ഓൾവേസ് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എപ്പോഴും കരച്ചിലാണ്, അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും? ഒരു സീരിയൽ ആക്ട്രസ് ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കാലോ. കഥയില് പറഞ്ഞതും നമ്മൾ ആൾക്കാരിലേക്ക് കൊടുക്കുന്നതും രണ്ട് സംഭവം എന്ന് എനിക്ക് തോന്നി. കാര്യം നായിക എന്ന് പറയുന്നത് എന്നും കരയണം. അതെങ്ങനെ പോയാലും ഏത് വഴി കൊണ്ട് കറങ്ങി തിരിഞ്ഞ് പോയാലും കരയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കമേ അങ്ങനെ കൊടുക്കുന്നത്. അത് ഒരു പക്ഷേ സെന്റിമെന്റ്സ് വർക്കാകും, ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് തോന്നി. മറ്റുള്ളവര് എന്താ പറയുക, നശിഞ്ഞു പോണത് കാണാൻ അല്ല, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്ക് അങ്ങനെയാണ് സീരിയൽ എന്ന് പറഞ്ഞാൽ കരയണം. അതെന്താ വെച്ചാൽ ആൾക്കാര് അവരുടെയൊക്കെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ആൾക്കാർക്ക് എപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ നാട്ടിൽ ഓരോന്ന് പ്രശ്നങ്ങളുണ്ടാവും, സംസാരിക്കില്ല. അപ്പൊ അതുപോലെ ഏത് നടക്കണ കുടുംബത്തിൽ കിടക്കണ പ്രശ്നങ്ങൾ കണ്ട് നമുക്കിരുന്ന് ആസ്വദിക്കുക. അത് തന്നെയായിരിക്കും സെൻസ് വർക്കാവുന്നത്. അല്ല, അതിന് കാണാൻ ഇവരിപ്പം റേറ്റിംഗ് എടുക്കുമല്ലോ. ഇതൊന്നും ആരും കാണുന്നില്ലെന്നാണ് ഒരു റിപ്പോർട്ട് വരുന്നെങ്കിൽ പിന്നെ ഈ പാറ്റേൺ ഒക്കെ മാറും. ഇപ്പോഴും കാണുന്നുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ ഇനിയിപ്പോ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് അല്ലേ ഇതാര് കാണും, അല്ലേ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്? പറയാൻ പറ്റില്ല, ചിലപ്പോ നമ്മളൊക്കെ തന്നെ കാണുന്നല്ലേ, ചേഞ്ച് വന്നേക്കാം. അതെ. ഇപ്പൊ പറഞ്ഞു വരുമ്പോ മമ്മൂക്ക, ഉണ്ണി മുകുന്ദൻ, ഇപ്പൊ ലേറ്റസ്റ്റ് ധ്യാൻ ശ്രീനിവാസനൊപ്പം വരെ അഭിനയിച്ചു. അപ്പൊ നീരജയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ അഭിനയിക്കുമ്പോ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് എന്ന് എപ്പോഴും? ഗ്യാപ്പ് അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറേ കോണ്ടാക്റ്റുകൾ വെക്കുക, നമ്മളൊരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ തന്നെയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പോരായ്മയാണത്. കാരണം നമ്മൾ ഇപ്പം മാസ്റ്റർ പീസ് ആവട്ടെ അല്ലെങ്കിൽ ഇരയാവട്ടെ, ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പം അത് കണ്ടിട്ട് വർക്കിന്ന് വിളി വരുമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ വീണ്ടും അടുത്തയിലേക്ക് എന്താ ചെയ്യേണ്ടത്. പിന്നെ അതിനിടയിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞ ടെലിവിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതും വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾക്ക് പിന്നെ നമ്മളൊരു വർക്കിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഒരു ടെലിവിഷൻ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള വർക്കുകളുണ്ട്. ഇപ്പം നല്ല വർക്കൊക്കെ വന്നിട്ട് നമ്മൾ ടെലിവിഷൻ പ്രോജക്റ്റ് ആ സമയത്ത് ചെയ്യുക, അതിനകത്ത് ഷൂട്ട് നടക്കുക. നിങ്ങളിപ്പോൾ ആ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഓക്കെ. അപ്പോൾ അവർക്ക് അതൊരു താല്പര്യം ഇല്ല. ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ് ആ മെന്റാലിറ്റി വരുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ സീരിയലുള്ളവരൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പം നമുക്ക് തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഫിലിമിലും വരുന്നുണ്ട്. പക്ഷെ ഇനി ആ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു ഗ്യാപ്പേ അത് ഉണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അതായത് എനിക്കിപ്പോ സിനിമയിൽ ഓഫർ കിട്ടുന്നുണ്ട്, സീരിയലിലെ വരുമ്പോ എനിക്ക് ഓഫർ അവിടെ കുറയുന്നുണ്ട്, അതുകൊണ്ട് സീരിയൽ ഒഴിവാക്കാം എന്നങ്ങനെ? സീരിയല് ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരി എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൂടി. അപ്പൊ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ
ഇപ്പം നമ്മൾ വന്ന വർഷം ഞാൻ പറഞ്ഞു 2015-16 എന്ന് പറയുമ്പം ഈ അതായത് കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾക്ക് അവസരം സ്വയം ഇപ്പം എല്ലാവർക്കും പബ്ലിസിറ്റി അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം റീൽസിലാണെങ്കിലും എല്ലാത്തിലും. അപ്പോൾ ആളുകൾ ഈ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇതിലേക്ക് ഈ ടീം ഫോം ചെയ്യുന്ന സമയത്ത് ഇവർ ചൂസ് ചെയ്യുന്നത് ഏത് ആർട്ടിസ്റ്റിന് വേണം, പഴയ നേരത്തെ ഉള്ളവരെ വിളിക്കണോ, പുതിയ ആൾക്കാരെ വിളിച്ചാൽ പോരെ. അപ്പോൾ ഈ പുതിയ ആളുകളെ കണ്ട് ഇപ്പം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ ഓർമ്മയിലേക്ക് വരുന്നില്ല എന്നൊരവസ്ഥയുണ്ട് ഇവർക്ക്. ഇപ്പം വന്നാലും ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് വന്നാൽ ഓക്കെ ലീഡ് കൊടുക്കണോ, അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഡൗട്ടുണ്ട്, ആ ഒരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും എന്താ പറയുക ലീഡ് തന്നെ വേണം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എപ്പോഴും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് സീരിയലായാലും നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ചെയ്ത് വെച്ചിട്ട് താഴെ ഗ്രാഫ് ആരും ആലോചിക്കില്ലല്ലോ. ഇപ്പൊ കൃഷ്ണേന്ദു ആണെങ്കിലും ഞാൻ പറയാം, നമ്മളിതൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിനേക്കാളും താഴേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല, അതിനേക്കാളും നന്നായി മുകളിലേക്ക് വരാനല്ലേ ആലോചിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല പ്രോജക്റ്റുകൾ വന്നാൽ സീരിയലാണെങ്കിലും ചെയ്യും. ഇപ്പോൾ പൊതുവെ ഒരു പറച്ചിലുണ്ടല്ലോ, അതായത് ഇപ്പോൾ സിനിമകളിൽ കൂടുതലും പുതുമുഖ നായികമാരാണ് വരുന്നത്, അതായത് പഴയ നായികമാർക്കൊന്നും ഓഫർ കിട്ടുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും അവസരങ്ങൾ വേണം. പിന്നെന്ന് വെച്ചാൽ ഇതൊരു എന്താ 365 ഡേയ്സ് എന്താ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ കമ്പനി ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന പോലത്തെ ഒരു ജോലി അല്ലല്ലോ. എന്നും ജോബ് ഇല്ല ആൾക്കാർക്ക്. എന്നും അങ്ങനെ ഒരു ജോലിയിലേക്ക് വരണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പ്ലാൻ ബി ആയിട്ട് വരുന്നതിലൊക്കെ വർക്ക് ചെയ്യണം. എന്റർടൈൻമെന്റ് ഫീൽഡിൽ തന്നെ നിൽക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ആങ്കറായിട്ട് നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, മിക്കവർക്കും ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ബാക്കി എന്തൊക്കെ നമ്മൾക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാം, നമ്മുടെ ടാലന്റ് യൂസ് ചെയ്ത് അതിൽ നിന്ന് നമുക്കൊരു പേയ്മെന്റ് ഒരു വരുമാനം അല്ലേ, അങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പം അതിൽ സാറ്റിസ്ഫൈഡ് ആവുന്നവരുണ്ട്. ഒരു ചേഞ്ച് കൊണ്ടുവരിക, നമ്മളെ ഒരു എപ്പോഴും ഒരേപോലെ കണ്ടുകൊണ്ടിരിക്കുക, ഇതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് ആൾക്കാർ വിചാരിക്കുക ഓ ഇവരായിരുന്നു അത്, ഇവർക്ക് ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം എന്നെ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഫിറ്റ്നസിന്റെ കേസൊക്കെ പറയുന്നത് തന്നെ ഞാനൊരു തമിഴ് പടം 3 പടം ചെയ്തു. അതിൽ തമിഴോരാണ് റിലീസായി, സഗ എന്ന് പറഞ്ഞ മൂവി 2019 റിലീസായത്. അപ്പം അതിലൊരു സോങ് സീക്വൻസും എന്നെ ഇപ്പോഴും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാർ വിചാരിക്കും ഇയാൾ തന്നെയാണോ ഇത്, ഈ ആക്ടറാണോ ഈ അഭിനയിച്ചിരിക്കുന്നതാണോ എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് തന്നെ ഇപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുതിയൊരാളാണ്, ഒരു ന്യൂ ഫേസ് പോലെ തോന്നുന്നവർക്ക്. ഈ അന്ന് അഭിനയിച്ച ഒരാളാണ്, അല്ലെങ്കിൽ അതിന്റെ ഓർമ്മയിൽ ആൾക്കാർ വിചാരിക്കും ആ കുട്ടി കുറച്ച് ഈ വണ്ണം അറിയാലോ, വെയിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബോഡി ഷേമിങ്ങും പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അന്നത്തെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസേൺ എല്ലാവരും, അവിടുത്തെ ഡയറക്ടേഴ്സൊക്കെ ഇങ്ങനെയുള്ളവരെ വേണ്ട ചില. ഇപ്പം ഞാൻ ഇത് പറയുമ്പം ഇപ്പം ഇവിടെ അത്യാവശ്യം ഞാൻ പറഞ്ഞത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ ലീനായിട്ടിരിക്കുന്നവർ മാത്രമേ അഭിനയിക്കാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അന്നൊക്കെ നമ്മൾ കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും ഇവർ പറയുമായിരുന്നു ഇല്ലട്ടോ നിങ്ങൾക്കത് നിങ്ങളെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യണം, അങ്ങനെ വേണം. പക്ഷെ എനിക്കതൊരു കോംപ്ലക്സ് ആയി, എനിക്കന്ന് കുറേ അത് കേട്ടപ്പോൾ. പക്ഷെ എനിക്ക് പിന്നീട് ഇപ്പം അത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു ഫിറ്റ്നസ് ലൈഫിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും. നമ്മളൊരു ഒരു ക്യാരക്ടർ പിടിക്കുമ്പോൾ നമ്മുടെ ഒരു ലുക്കിലാണെങ്കിൽ അപ്പിയറൻസിലാണെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഓവറോൾ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അല്ലേ, നമ്മുടെ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ അപ്പം എപ്പോഴും ഒരു ചേഞ്ച് കൊണ്ടുവരിക, അതാണ് എനിക്ക് തോന്നുന്നത്. ആർട്ടിസ്റ്റുകൾ ഞാൻ പറഞ്ഞ വർക്കിലേക്ക് വരികയാണെങ്കിൽ അപ്പം നമുക്ക് എപ്പോഴും നിലനിൽക്കാൻ പറ്റും ഈ ഫീൽഡിൽ നിന്നാണ് തോന്നുന്നത്.